ഇന്ന് നമ്മൾ ക്ലോക്കാണ് പഠിക്കുന്നത്. ക്ലോക്കിനും വാച്ചിനും ഹിന്ദിയിൽ ഘടി എന്നാണ് പറയുന്നത്. അതിൻ്റെ ക്ലാസ് ഞാൻ ഇതിൻ്റെ പുറകാലെ തരാം. അപ്പോൾ നമുക്കിതിൻ്റെ നമ്പേഴ്സ് പഠിക്കാം. നമ്പർ പഠിക്കാതെ നമുക്ക് ഹിന്ദിയിൽ ടൈം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏക്, 1 एक, 2 2, 3 3, 4 4, 5 5, 6 6, 7 7, 8 8, 9 9, 10 10 10, 11 11, 12 12. ഈ ഓരോ നമ്പേഴ്സും നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ് ഹിന്ദി നമ്പേഴ്സ് പഠിക്കണം. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നമ്പേഴ്സ് 1 to 50 ഇട്ടിട്ടുണ്ട്. അത് പഠിക്കുക. ടൈമിന് വേണ്ടി ഇപ്പോൾ അത്യാവശ്യത്തിന് ഈ 1 to 12 1 से 12 तक ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും പഠിച്ചെങ്കിൽ മാത്രമേ ടൈം നമുക്ക് ഹിന്ദിയിൽ സമയം പറയാൻ പറ്റത്തുള്ളൂ. ഹിന്ദിയിൽ എങ്ങനെയാണ് സമയം നോക്കുന്നതെന്നും സമയത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ പറയണമെന്നും ഇന്ന് നമ്മൾ പഠിക്കുകയാണ് ക്ലോക്കിനെ കുറിച്ച്. അപ്പോൾ ക്ലോക്കിനും വാച്ചിനും രണ്ടിനും ഘടി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഘടി. നീഡിൽ, ഇതാണ് ക്ലോക്കിൻ്റെ നീഡിൽ. 2 നീഡിൽ കണ്ടില്ലേ? ഈ 2 നീഡിൽ. ഇത് സെക്കൻഡ് നീഡിലാണ്. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. അവർ നീഡിലും മിനിറ്റ് നീഡിലുമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ നീഡിലിന് ഹിന്ദിയിൽ പറയുന്ന ഘടി കി സൂയി. സ്മോൾ നീഡിൽ. ഈ സ്മോൾ നീഡിൽ ഇത് എന്താ നീഡിലാണ്? അവർ നീഡിൽ. നമുക്കറിയാം ഇത് അവർ നീഡിലാണെന്ന്. മണിക്കൂറുകൾ കാണിക്കുന്നത്. സ്മോൾ നീഡിലിന് ഘണ്ടേ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. ഘണ്ടേക്ക് സൂയി. ബിഗ് നീഡിൽ. ഈ ബിഗ് നീഡിലില്ലേ, ബിഗ് നീഡിലിന് മിനിറ്റ് കാണിക്കുന്നതല്ലേ. അപ്പോൾ ഹിന്ദിയിൽ ഇതിന് മിനിറ്റ് തന്നെയാണ് പറയുന്നത്. മിനിറ്റ് കി സൂയി. ടൈം സമയ്. ടൈമിന് ഹിന്ദിയിൽ സമയ് എന്നാണ് പറയുന്നത്. ഓ ക്ലോക്കിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ അതിൻ്റെ പലർക്കും അറിയത്തില്ല. ഓ ക്ലോക്ക് എന്നാൽ ഓഫ് ദ ക്ലോക്ക് അപ്പോൾ ഓ ക്ലോക്കിന് ഹിന്ദിയിൽ പറയുന്നത് ബജേ. കിത്ന ബജേ? ഇപ്പം 12. ഇപ്പം 12 നിൽക്കുന്നത്. 12 o'clock നമ്മൾ പറയത്തില്ലേ? ഹിന്ദിയിൽ എങ്ങനെ പറയും? 12 ബജേ. 7 7 ബജേ, 8 ബജേ അങ്ങനെ പറയും. അപ്പം ഓ ക്ലോക്ക് ബജേ. ആർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. ആറിന് ഹിന്ദിയിൽ ഘണ്ട. മിനിറ്റിന് ഹിന്ദിയിൽ മിനിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സെക്കൻഡിനും ഹിന്ദിയിൽ സെക്കൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതും കൂടെ നമ്മൾ പഠിക്കണം ടൈം നോക്കുമ്പോൾ. മോർണിംഗിന് സുബഹ്. ആഫ്റ്റർനൂൺ दोपहर. ഈവനിങ് शाम. നൈറ്റ് രാത്. മോർണിംഗ് 7 o'clock എന്ന് പറയുമ്പോൾ നമ്മൾ സുബഹ് 7 ബജേ അങ്ങനെ പറയും. അതിനാണ് ഇതുകൂടെ പഠിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഇതുകൂടെ പഠിക്കണം. ഇത് നമ്മുടെ ടൈം പറയുന്നതിൽ ഓരോ ടേമായത്. സവ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് 15 minutes. സവ പാസ്റ്റ് 15 minutes. 2:15 3:15 എന്ന് പറയില്ലേ, അതുപോലെ പാസ്റ്റ് 15 minutes. സവ പാസ്റ്റ് 15 minutes. സാഡേ എന്ന് പറഞ്ഞാൽ 30 minutes. 2:30 3:30 4:30 അങ്ങനെ പറയുന്ന അതിനാണ് സാഡേ. പൗനെ എന്ന് പറഞ്ഞാൽ quarter to. പൗനെ quarter to. 15 minutes കൂടെ ഉണ്ട്. അടുത്ത 1 ആകാൻ 2 ആകാൻ അങ്ങനെ പറയത്തില്ല. അതിനാണ് പൗനെ മീൻസ് quarter to. പൗന എന്ന് പറഞ്ഞാൽ 12:45. 12:45ന്
പൗന എന്ന് മാത്രമേ പറയൂ. പൗന, പൗന. പിന്നെ അടുത്തത് പൗനെ ദോ എന്ന് പറഞ്ഞാൽ 145. പൗനെ ദോ 145, പൗനെ തീൻ 245. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സവ എന്ന് പറഞ്ഞാൽ 115 നമ്മൾ സവ എന്ന് മാത്രമേ പറയൂ. 1 എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യത്തില്ല. സവ എന്ന് പറഞ്ഞാൽ 115. സവാദോ 215 നമ്മൾ സവാദോ എന്ന് പറയും. പക്ഷേ 115 ആകുമ്പോൾ സവ എന്ന് മാത്രമേ പറയുള്ളൂ. ഈ 1-2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കണം. സവാദോ 215, സവാതീൻ 315, സവാതീൻ, സവാ4, സവാ5. അങ്ങനെ ബാക്കി എല്ലാത്തിനും ഈ നമ്പർ കൂട്ടി പറയും. 115 മാത്രം സവ എന്നേ പറയൂ. സവാ ഏക്കെന്ന് പറയാൻ പാടില്ല, തെറ്റാത്. ഡേഡ് എന്നാൽ 130. അതിന് സാഡേ ഏക്കെന്ന് പറയത്തില്ല. സാഡേ ഏക്കെന്ന് പറയത്തില്ല. 30 വരുമ്പോൾ നമ്മൾ സാഡേ എന്നുള്ള വേർഡാണ് ഉച്ചരിക്കുന്നത്. പക്ഷേ 130ക്ക് മാത്രം നമ്മൾ ഡേഡ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ അടുത്തതും കൂടെ ഢായി എന്നാൽ 230ക്ക് ഢായി എന്നേ പറയുള്ളൂ. സാഡേ ദോന്ന് പറയത്തില്ല. 130ക്ക് ഡേഡ്, 230ക്ക് ഢായി. ഈ 2 ഈ സവ എന്നുള്ളതും അല്പം വ്യത്യാസമുണ്ട്. നമ്മൾ ഓർത്ത് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഢായി 230, സാഡേ തീൻ 330. കണ്ടോ, 230ക്ക് ഇവിടെ ഢായി എന്ന് മാത്രമേ പറയുള്ളൂ. എന്നാൽ 330ക്ക് സാഡേ തീൻ, 430ക്ക് സാഡേ4, സാഡേ5, സാഡേ6. അങ്ങനെ അടുത്ത എല്ലാത്തിനും നമ്മൾ സാഡേ കൂട്ടി അങ്ങനെ നമ്പർ കൂടെ പറയും. 230ക്ക് ഢായി എന്നും 130ക്ക് ഡേഡ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. ക്വാർട്ടർ പാസ്റ്റിന് ഹിന്ദിയിൽ സവ എന്നാണ് പറയുന്നത്. സവ. ക്വാർട്ടർ പാസ്റ്റ് 2:15 നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ക്വാർട്ടർ പാസ്റ്റ് 2. ഹിന്ദിയിൽ പറയും സവാ ദോ. ക്വാർട്ടർ പാസ്റ്റ് 3:15 ഹിന്ദിയിൽ സവാ തീൻ. ഈ സവ ചേർത്ത് നമ്പർ കൂടെ പറയണം. സവാ തീൻ. ക്വാർട്ടർ പാസ്റ്റ് 3. ക്വാർട്ടർ പാസ്റ്റ് എന്നാണ് സവായുടെ അർത്ഥം. സവാ തീൻ 3:15. ക്വാർട്ടർ പാസ്റ്റ് 3, സവാ തീൻ. അങ്ങനെ എല്ലാ നമ്പേഴ്സും. ക്വാർട്ടർ പാസ്റ്റ് 4 അതിന് സവാ4. ക്വാർട്ടർ പാസ്റ്റ് 5 സവാ5. അങ്ങനെ ഓരോ നമ്പേഴ്സും പറയാം. അങ്ങനെ ലാസ്റ്റ് ക്വാർട്ടർ പാസ്റ്റ് 12:15 എന്താ പറയുന്നത്? സവാ 12. ക്വാർട്ടർ പാസ്റ്റ് 12 അതിന് സവാ 12 എന്ന് പറയും. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ഒരു വ്യത്യാസം മാത്രമുണ്ട്. ക്വാർട്ടർ പാസ്റ്റ് 1 അതിന് നമ്മൾ 1:15 അതിന് ഹിന്ദിയിൽ സവ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നല്ലോ സവ. ക്വാർട്ടർ പാസ്റ്റ് 1 എന്ന് സവ ഏക്കെന്നൊന്നും പറയത്തില്ല, സവ എന്ന് മാത്രമേ പറയൂ. ഹാഫ് പാസ്റ്റിന് ഹിന്ദിയിൽ സാഡേ. ഹാഫ് പാസ്റ്റ് 3:30ക്ക് ഹാഫ് പാസ്റ്റ് 3. ഇത് ഹാഫ് പാസ്റ്റ് 3 എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന് ഹിന്ദിയിൽ പറയുന്നത് സാഡേ തീൻ. ഈ സാഡേ എന്നുള്ള വേർഡ് ആദ്യം ഉച്ചരിക്കും, പിന്നാണ് നമ്പർ പറയുന്നത്. തീൻ, സാഡേ തീൻ എന്നാൽ 3:30. ഹാഫ് പാസ്റ്റ് 4:30ക്ക് സാഡേ4. അങ്ങനെ ഓരോ നമ്പേഴ്സ്. 5:30ക്ക് സാഡേ5, 6:30ക്ക് സാഡേ6. അങ്ങനെ ഓരോ നമ്പേഴ്സ് പറയും. ലാസ്റ്റ് ഹാഫ് പാസ്റ്റ് 12:30ക്ക് സാഡേ 12. ഹാഫ് പാസ്റ്റ് 12 സാഡേ 12. ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. ഹാഫ് പാസ്റ്റ് 1:30 ഇതിന് ഹിന്ദിയിൽ ഡേഡ് എന്ന് മാത്രമേ പറയൂ. ഡേഡ്. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഹാഫ് പാസ്റ്റ് 1ന് ഡേഡ്.
2:30 2:30 2:30 ढाई 2:30 ढाई 1:30 डेढ़. ഇത് മനസ്സിലായല്ലോ. 1:45 ഹിന്ദിയിൽ പോനെ 1:45 അതിന് നമ്മൾ നമ്പേഴ്സ് പറയുമ്പോൾ 1:45 1:45 1:45 എന്ന് പറയുന്നത്. അതിന് ഹിന്ദിയിൽ പൗനെ ദോ. പൗനെ എന്നുള്ള വേർഡ് ആദ്യം പറയണം, നമ്പർ പിന്നെ പറയണം. പൗനെ ദോ. 2:45 2:45 2:45 2:45 ഹിന്ദിയിൽ എങ്ങനെ പറയും? പൗനെ തീൻ. അടുത്ത് 3:45 4:45 പൗനെ 4. അങ്ങനെ ഓരോ നമ്പേഴ്സും അങ്ങനെ പറയും. അങ്ങനെ 1:45 നോക്കാം. 1:45 വരെ അങ്ങനെയാണ് പറയുന്നത്. 1:45 11:45 1:45 അതിനെന്താ പറയുന്നത്? പോനെ 12. ഇതിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സെപ്ഷൻ എന്താ? 1:45 12:45 1:45 പൗന എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇത് മനസ്സിലായല്ലോ. മിനിറ്റ്സ് പാസ്റ്റിന് ഹിന്ദി പറയുന്നത് ബജ്കർ ഓർ ബജ്കെ. രണ്ടിലേത് വേണമെങ്കിലും പറയാം. എക്സാമ്പിൾസ് നോക്കാം. 10 minutes past 1 1:10 ആയി 1:10 10 minutes past 1 1:10 ഇവിടെ 6 ആണ് ആദ്യം പറയുന്നത്. 1:10 10 minutes past 5 5:10 10 minutes past 5 5:10 10 minutes 20 minutes അതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഏത് നമ്പർ ആയാലും ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. 1:10 മിനിറ്റ്സ് പാസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഹിന്ദിയിൽ പറയുമ്പോൾ ബജ്കർ ആ മിനിറ്റ് കൂടെ പറയണം. ബജ്കർ ഏത് ആറാണ് ആ അവർ പറയുക. ബജ്കർ 10 minutes 20 minutes 25 minutes അങ്ങനെ പറയാം. മിനിറ്റ്സ് ടു ഹിന്ദി പറയുന്നത് ബജ്നെ കോ 10 minutes to 1. ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഇതിനും നമ്പറാണ് ആദ്യം പറയുന്നത്. 1:10 10 minutes 1:10 1 മണിയാകാൻ 10 minutes 10 minutes ബാക്കി അതാണ് 12:50. 5 minutes to 7 6:55. 7:05 5 minutes 5 minutes 6:55 7 o'clock ആകാൻ 5 minutes ബാക്കി. അതിനാണ് നമ്മൾ 7 7:05 7 മണി ആകാൻ എത്ര മിനിറ്റ് ബാക്കി? 5 minutes. അപ്പോൾ എങ്ങനെ പറയും? 5 minutes to 7 5 minutes. നിങ്ങൾക്ക് ക്ലോക്ക് നോക്കാൻ അതിൻ്റെ ടൈം പറയാൻ എല്ലാ ടേംസും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.